ഒരുമിച്ച് കൂടുക എന്നത് ലോകത്തുള്ള ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്ന കൂലി നൽകപ്പെടുന്ന ഇജ്തിമാ ഒരുമിച്ച് കൂടലാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയലും കേൾക്കലും പങ്കെടുക്കലും എല്ലാം വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. അതിന്റെ രേഖകൾ പറഞ്ഞ് പ്രസംഗിക്കുന്ന ടൈമല്ല ഇപ്പോൾ. മദീന പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലാനായി ഒരു സ്റ്റേജ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ടിരുന്നതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മളെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടോ? മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലാനായി ഒരു സ്റ്റേജ് ഇല്ല. എന്നാലും ഒരു മൗലിദിന്റെ ഏട് നമ്മൾ ഒരു തലയിണയുടെ മുകളിലേ വെക്കുള്ളൂ. ബഹുമാനം കൊണ്ട് ബഹുമാനിച്ചിട്ട് അങ്ങനെ വെക്കുള്ളൂ. ഇപ്പൊ പിന്നെ ടവലിന്റെ ചോട്ടും പിന്നെ മൊബൈലിന്റെ ഉള്ളിലും പിന്നെ നിസ്കരിക്കാൻ അത് മറ്റേ എർപ്പന്റെ പുറപ്പിന്റെ വായിൽ നിസ്കരിക്കാൻ ഉപയോഗിക്കണേ മുസല്ല മടക്കിയിട്ട് അത് മൗലിദിന്റെ ഏട് വെക്കാനും അങ്ങനെയൊക്കെ ഇപ്പൊ അത് കേട്ട ഓരോരോ പെരുമാറ്റം ഉണ്ടെങ്കിലും പഴയ കാലത്ത് അങ്ങനെയല്ല. തലയണയുടെ മുകളിൽ മനുഷ്യൻ വെക്കുന്ന ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്ന സാധനമായ ഒരു സാധനമാണല്ലോ തല. അതില്ലെങ്കിൽ പിന്നെ തല ഇല്ലല്ലോ. ആ തല വെക്കുന്ന സാധനത്തിന് മുകളിലായിരുന്നു മൗലിദിന്റെ ഏട് വെച്ചിരുന്നത്. ഇപ്പൊ പിന്നെ കയ്യിലുള്ള ഏതിലും വെക്കും, എവിടെയും വെക്കും. മുസല്ല മടക്കിയിട്ട് അത് മുസല്ല നിസ്കരിക്കാൻ കാലുകൊണ്ട് ചവിട്ടിയതാണ് മുസല്ല. അത് മടക്കിയാ പിന്നെ അതിന് പതില് കൂടി. കാരണം നിസ്കരിച്ച സ്ഥലല്ലേ. ഔതുക കൊണ്ടുവച്ചുകൊണ്ട് മുസാബ് മൗലിദിന്റെ അടക്കം ഔതുണ്ടാക്കുന്ന സ്ഥലല്ലേ. ഇങ്ങനെയൊക്കെ വെച്ചാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായിരുന്നാലും അങ്ങനൊക്കെ ബഹുമാനിച്ചിരുന്ന ഒരു കാലുണ്ടായി. മൗലിദ് അങ്ങ് തുടങ്ങിയാൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കലാ മോൾക്ക് നോക്കിയിട്ട്. എന്നാലും അതെങ്കിലും ആയല്ലോ അല്ലാഹ് നീ ചൂണില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. സ്വലാത്ത് ഇങ്ങനെ ചെല്ലും. ബദർ മൗലിദാണെങ്കിൽ അസ്മാവ് ചെല്ലുന്ന മുമ്പ് തന്നെ തെർലിയത്ത് ഇങ്ങനെ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ വയസ്സന്മാരോട് ചോദിച്ചു. അങ്ങനെയായിരുന്നു മൗലിദ് ഉണ്ടായിരുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി എന്നിങ്ങനെ ഇടക്കിടക്ക് ചൊല്ലും. അങ്ങനെയായിരുന്നു. ഇപ്പൊ മിഹ്റാബിൽ നിന്നൊരു ഇമാമ് ദുആയുടെ തുടക്കത്തിലും നടുവിലും അവസാനത്തിലും സ്വലാത്ത് സുന്നത്തുണ്ട്. തുടക്കത്തിലും അവസാനത്തിലും പ്രത്യേകം സുന്നത്തുണ്ട്. ആ സുന്നത്തുള്ള കർമ്മമായ സ്വലാത്ത് ചൊല്ലൽ കേട്ടാൽ മഅ്മൂമികൾ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലില്ല. ആര് സുന്നികളെ പറ്റിയാ പറഞ്ഞത്? വഹാബികൾക്ക് പിന്നെ ആ കമ്പൗണ്ടിക്ക് അവർ കയറിയിട്ടില്ല. അവർ ഇസ്ലാം കമ്പൗണ്ടിക്ക് കയറിയിട്ടേ ഇല്ല. അവർ പുറത്താണ് ആദ്യമുള്ളത്. അത് വേറൊരു മതമാണ്. അത് പോട്ടെ, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. വഹാബി ജമാഅത്ത് തബ്ലീഗ് പോലുള്ളവർ മറ്റൊരു മതക്കാരാണ്. അത് ഇസ്ലാമിന്റെ പേരിലുള്ള എത്തിക്കണ്ണി എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചാണ്. മൗലിദിന്റെ അല്ല മിഹ്റാബിൽ നിന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുമ്പോ ആരെങ്കിലും ഒരാൾ സ്വലാത്തല്ലോ ഇല്ല. ഉറക്കങ്ങട്ടൊരു മുഹമ്മദിൻ അപ്പൊ സ്വലാത്ത് ഒരു പ്രത്യേക ഒരു തീരുമാനം പോലെ തങ്ങളെ പേര് കേട്ടത് നൽകല്ല, ഒരു ഒറ്റ കേട്ടതല്ല. ഇതിലൊരു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. ഈ സെല്ലിം കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ, ലാസ്റ്റാണ് മുഹമ്മദിന് സ്വലാത്ത് ചൊല്ലല്. സാധാരണ ലാസ്റ്റാണ് ഈ മുഹമ്മദ് എന്നുള്ള പേര് വരില്ല. അപ്പളാ ചൊല്ലല്. അത് സെല്ലിമായാലും വേണ്ടിയില്ല, കുല്ലിമായാലും വേണ്ടിയില്ല, അല്ലിമായാലും വേണ്ടിയില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു പതിവാ. ആ പതിവ് നിർത്തിയിട്ട് മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം. കേൾക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ആശിഖ്യങ്ങളുണ്ട്. അറിയോ? അത് ബലപ്പെട്ട അഭിപ്രായമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അദബായി പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഖാല ശിബ്റാം അല്ലിസി ലാ അസ്ല ലഹു. അലി ശിബ്റാം അല്ലിസി പറയുന്നു അതിന് രേഖയില്ല. അത് ചെയ്യുന്നവൻ സ്നേഹത്തോടുകൂടെ ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് രേഖയില്ല എന്ന് അലീശ്വർ അമലി പറഞ്ഞു എന്ന് മദാരിജ് സുഊദ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന് മാത്രമല്ല, ആ സ്വലാത്ത് കൊണ്ട് വലിയ നേട്ടമാണ് കിട്ടാൻ പോകുന്നത്.
ആ സ്വലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്. അവൻ എല്ലാ രംഗത്തും ലുബ്ധത സംഭവിക്കും. ഇബാദത്തിന്റെ രംഗത്ത് ലുബ്ധത സംഭവിക്കും, ഇൽമിന്റെ രംഗത്ത് ലുബ്ധത സംഭവിക്കും. ലുബ്ധത എന്ന് പറയുന്ന വിഷയങ്ങൾ എവിടെയൊക്കെ കോലപ്പെടുമോ അവിടെയെല്ലാം അവൻ ബഖീലായി തീരും. ഇത്ര നശീകരണം പിടിച്ച ഒരു വിഷയം, അപകടം പിടിച്ച ഒരു വിഷയം, ആഫത്ത് പിടിച്ച ഒരു വിഷയം സ്വലാത്ത് ഒഴിവാക്കുന്നതിലപ്പുറമില്ല. ആരാണ് ബഖീൽ? മൻ സുല്ലിയ മൻ ദുഖിറത അൻഹു ഫലം യുസല്ലി അലൈഹി. എന്റെ പേര് പറയപ്പെട്ടിട്ട് ഓൻ സ്വലാത്ത് ചൊല്ലിയില്ല, അങ്ങനത്തെ ഒരുത്തനാണ് ബഖീൽ, ലുബ്ധൻ. അതല്ലേ ഏറ്റവും വലിയ നന്ദി? അതല്ലേ നമ്മുടെ നാവ് ചെലവാക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് ഏതാ? സ്വലാത്ത്. ഇപ്പോ ഒരു നിക്കാഹ് നടക്കുകയാണെങ്കിൽ സ്വലാത്ത് 3 വട്ടം ചൊല്ലിയിട്ട് നിക്കാഹ് ചെയ്യുള്ളൂ പഴയ കാലത്ത്. ഇപ്പൊ പിന്നെ ചൊല്ലണോ ചൊല്ലണോ എന്നുള്ളിക്കാൻ എത്തിക്കണം. ചൊല്ലണമെങ്കിൽ തന്നെ ഒന്നുമ്പോ തന്നെ മതിയാക്കിയിട്ട് പൗതിമ മതിയാക്കണവരുണ്ട്. ബാങ്ക് കേട്ടാല് ദുആ ചെയ്യുമ്പോ സ്വലാത്തിലെ സുന്നത്തുണ്ട്, ഇല്ല. ദുആന്റെ സുന്നത്തില്ലാത്ത മാതിരിയാണ്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു റബ്ബുനാ നിനക്ക് തുഹ്ഫിൽ മിയാദ് ഇലാ ആഖിരി എന്നോട് എനിക്ക് അതിനെ കാണാല്ലേ മിയാദ്. എന്താ റാഹത്ത്! ഇങ്ങനൊക്കെ ഒരു ശൈലിയായി മാറി. ഇത് പുറത്തൊക്കെ കൂടി പോകണോണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ മൊയിലേര് ഇതൊക്കെ പുറത്ത് കൂടുമ്പോ വലിയ പ്രശ്നമാണ്. ആളുകൾക്ക് ചിലർക്ക് തീരൊന്നും അറിയില്ല. അവരെല്ലാം സ്വലാത്തിലുള്ളവരായിരിക്കും. അവരവർക്ക് ഇത് കേൾക്കുന്നത്. ഇത് ഞങ്ങളെ പറ്റി കുറ്റം പറയണത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നിക്കാഹ് നടക്കാറുള്ളത്. എന്താ 3 സ്വലാത്തിന്റെ താല്പര്യങ്ങളിൽ? ഒന്ന്, പല താല്പര്യങ്ങളും സ്വലാത്ത് കൊണ്ടുണ്ട്, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഒന്ന് ഷറഫുൽ മുസ്തഫ എന്ന് പറയുന്ന കിതാബിൽ 4 വാല്യമുള്ള മുത്തനബിന്റെ മദ്ഹിന്റെ കിതാബാ. ചാലമ്പള്ളിയിൽ അതുണ്ട്, പലരെ ഉസ്താമാരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അത് വായിക്കണ്ടേ മുത്ത് റസൂലുള്ളാഹിന്റെ സീറ അറിയാൻ. സുബ്ഹാനല്ലാഹ്, അതിൽ കാണാം ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ മഹറായി നൽകിയത് സ്വലാത്താണ് എന്ന് കാണാം. ആദം നബി ഹവ്വാ ബീവിക്ക് മഹറായി നൽകിയത് സ്വലാത്താണ്. മനുഷ്യകുലത്തിന്റെ തുടക്ക മഹർ സ്വലാത്താണ്. അപ്പൊ മഹർ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് അതിന് മുമ്പിൽ അസ്ലി മഹർ, അടിസ്ഥാന മഹർ, അത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങല്. എന്തൊരു തബറുക്കും, എന്തൊരു മുനാസബത്തും, എന്തൊരു യോജിപ്പുമാണ് സഹോദരന്മാരെ! അത് എന്തൊരു യോജിപ്പുണ്ട്! ബഹുമാനപ്പെട്ട ഖലീൽ ബാബ ആണ് ഞാൻ ആ സ്വലാത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതായി കണ്ട ഒരു പണ്ഡിതൻ. ബാക്കിയുള്ളവരൊക്കെ മൂളി കഴിച്ചിലാക്കലാണ് അധികം ആൾക്കാർ. ചിലർ ചൊല്ലും, മനസ്സിൽ ചെല്ലും. ഇവിടെ എങ്ങനെ മനസ്സിൽ ചെല്ലുന്നാവും? ഏതായാലും ചെല്ലലുണ്ടാവല്ലോ മനസ്സിൽ. നാം മനസ്സിൽ തന്നെ കേട്ടാലും നോമ്പ് വെച്ചാലും ചോറയിക്കാൻ മനസ്സിൽ അതിനാരും തയ്യാറായില്ല. കഞ്ഞുടിക്കാനും ശമ്പളം വാങ്ങാനൊന്നും മനസ്സിൽ ആരും തയ്യാറായില്ല. അത് പിന്നെ കൈകൊണ്ടും തൊള്ളോണ്ട് നടക്കും. ഇത് മനസ്സിലുണ്ടായതിനെ ഞാൻ മനസ്സിൽ വലിയിക്കണമെന്ന് പറയും. എല്ലാം കഴിയായിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഖലീൽ തങ്ങൾ ബാബാന്റെ ഒക്കെ ഞാൻ ആ സ്വലാത്ത് വളരെ സന്തോഷകരമായിട്ട് അല്ലാഹ് സദസ്സിനെ മുഴുവൻ കൂട്ടിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇങ്ങനെ പറഞ്ഞിട്ടേ തങ്ങളാപ്പ് ഒരു നിക്കാഹ് തുടങ്ങുള്ളൂ. ഏത് വലിയ ആൾ അവിടെ ഉണ്ടായാലും വേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബിന്റെ സ്വലാത്തിനെ ഒരാൾ ഉറക്ക ചൊല്ലിയാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ് എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിലും അതിൽ സൂചനയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ബാബാനെ അള്ളാഹു എത്രയാ വളർത്തിയത്, എല്ലാവരും കണ്ടതല്ലേ. ആ സ്വലാത്ത് കൂടെയാണ് അതിന് കാരണം. സ്വലാത്ത് നഗർന്നാണ് അവിടുത്തെ ആ ഏരിക്കന്നെ പറയും. സ്വലാത്ത് അത് ഒരു ചെറുതല്ല. മുത്തുനബിയോടുള്ള ബന്ധങ്ങൾ അടുത്ത് പിടിക്കും മക്കൾ.
മുത്തുനബിയോടുള്ള ബന്ധങ്ങളിൽ സ്വലാത്തുകളിൽ 2 സ്വലാത്തുണ്ട്. ഒന്ന് മദ്ഹുൻ നബി, അത് സ്വലാത്ത് ബഹുമാനപ്പെട്ട അബുൽ ആലിയ തങ്ങൾ സഹീഹ് ബുഖാരിയിൽ പറഞ്ഞത് നബി തങ്ങളുടെ മദ്ഹ് പറയുക എന്നാണ് സ്വലാത്തിന് അർത്ഥം പറഞ്ഞത്. അതും ഒരു സ്വലാത്താണ്. പിന്നെ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അതും ഒരു സ്വലാത്ത് തന്നെയാണ്. അതിന്റെ വിശദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുത്തുനബിന്റെ മദ്ഹാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ റസൂല് നമ്മെ ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരത്തിന് എവിടെയും നാം പോകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂലുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം മരിക്കുന്ന മുമ്പ്. നമ്മുടെ ഏറ്റവും വലിയ വിഷയം ഈ ലോകത്തുനിന്ന് ഒരു മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ മുത്തുനബിയുമായി നമുക്ക് ബന്ധം വേണം. ഖബറകത്ത് നിന്ന് മുത്തുനബിയാണ് കാണിക്കപ്പെടുക. മാദാ തഖൂലു ഫീ ഹാദർ റജുൽ, സഹീഹ് ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ പറ്റി നിനക്ക് എന്ത് പറയാനുണ്ട്? ആ നബിയിലേക്ക് ചൂണ്ടുമ്പോൾ നബിയുമായി ബന്ധം ദുനിയാവിൽ സ്ഥാപിച്ചവർക്ക് മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ. കൽബകത്ത് മുത്തുനബി ജീവിച്ചവർക്ക് മാത്രമേ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും സംശയങ്ങൾ ഉണ്ടാക്കി അത് മുഴുവനും എന്തൊക്കെയോ ആക്കി തീർത്ത ആളുകൾക്ക് കഴിയില്ല. അമ്മൽ മുഅ്മിനു അവിൽ മൂഖിനു ലാ അദ്രി അയ്യഹുമാ ഖാലത് അസ്മാ. സഹീഹ് ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഈമാനുള്ളവർ യഖീനുള്ളവർ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മപ്പെടുത്തട്ടെ, അവര് പറയും അവർ ഞങ്ങളുടെ നബിയാണ്, ഞങ്ങളിലേക്ക് സത്യവുമായി വന്നവരാണ്. അങ്ങനെ പറയാൻ അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചു വെച്ചത് കൊണ്ടായില്ല, പഠിച്ചു വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. വമ്മൽ മുർതാബു അവിൽ അമ്മൽ മുനാഫിഖു അവിൽ മുർതാബു ലാ അദ്രി അയ്യഹുമാ ഖാലത് അസ്മാ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അസ്മാ ബിബി റളിയല്ലാഹു അൻഹയാണ്. മഹദി അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല എന്ന് റിപ്പോർട്ടർ പറയുന്നു. ഏതായിരുന്നാലും കാപട്യവുമായി നടന്നവർ, കാപട്യത്തോടുകൂടെ നടന്നവർ, അല്ലെങ്കിൽ സംശയത്തിലായി നടന്നവർ, അവര് പറയും ലാ അദ്രി, എനിക്കറിയില്ല, ഞാനിങ്ങനെ പള്ളിക്കൊക്കെ നിസ്കരിച്ച് നോമ്പോൽക്കും പുറത്തിറങ്ങുന്നല്ലാതെ എനിക്ക് നബിനൊന്നും അറിയില്ല. അവന് ശിക്ഷിക്കപ്പെടുന്നതായിട്ടാണ് ഹദീസിൽ കാണുന്നത്. ബുഖാരിയിൽ ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൗരവമുള്ള കേസല്ലേ? മുത്തുനബിയുമായി ബന്ധമുണ്ടാക്കിയെടുക്കണം. അവിടുന്ന് നമ്മളോട് അകലരുത്. അകലുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ നമ്മുടെ കയ്യിലുണ്ടായാൽ മുത്തുനബിയോട് സങ്കടം പറയണം. നബിയെ, എന്റെ കയ്യിൽ അബദ്ധം പറ്റിപ്പോയി, അള്ളാഹുവിനോട് എന്റെ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് പറയണം, എനിക്ക് തൗബ വാങ്ങിത്തരണം എന്ന് നബിയോട് പറയണം. നാം എല്ലാവരും പറയാറുള്ളതാണല്ലോ, നമ്മളൊക്കെ പറയലില്ലേ, എവിടുന്നാ അത് പറയണത്? ആരോടാ അത് പറയണത്? എത്രയോ ദൂരത്താണെന്ന് നമുക്ക് തോന്നുന്ന നബീനാ റസൂലുള്ളാഹി തങ്ങളോട് പൊന്നാനിയിൽ നിന്ന് ചൊല്ലുകയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം, ഇർതകബതു, ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയേ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ എന്റെ കയ്യിലുണ്ടായി പോയി നബിയേ. അവരെ സംബന്ധിച്ച് താഴ്ത്തി മനസ്സിലാക്കുകയാണ്. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാത്ത ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മലബാറിന്റെ കഅബ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനിയിലെ മെയിൻ മുദരിസായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനവറുകൾ, ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോനെ, അല്ലാഹുവിനെ കടുക്കാൻ നിനക്കൊരു വഴിയുമില്ല കേട്ടോ. ഇതിലാ ദലീല അല ത്വരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅതു റസൂലിൽ മുക്മിലാ ബിആലിഹി വഫആലിഹി വമഖാലിഹി ഫതതബഅൻ വതാബിഅൻ ലാ തഅദിലാ. ബഹുമാനപ്പെട്ടവരുടെ ഔലിയാക്കന്മാരുടെ റൂട്ട് പറയുന്ന കിതാബ് അത് മലബാറിൽ മാത്രമല്ല അറിയുക, അറേബ്യ മാത്രമല്ല അറിയുക, ലോകത്തറിയപ്പെടുന്ന ഗ്രന്ഥമാണ്.
എത്രയോ അറബികൾ അതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്, എത്രയോ മറ്റു രാഷ്ട്രക്കാരതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ആ കിതാബിൽ പറയുന്നു, മുത്ത് റസൂലുള്ളാഹി തങ്ങളുമായി അനുഗമിക്കണം, മുത്തുനബിയോട് അനുഗമിക്കണം, അവിടുത്തെ തുടർന്ന് ജീവിക്കണം, മറ്റൊരു വഴിയില്ല കേട്ടോ. അങ്ങനെ ജീവിതം വളരെ ചിട്ടപ്പെടുത്തി ജീവിച്ചതായ ഇമാം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ബാബ അവിടുന്നാണ് പറയുന്നത്, ഇർതകബതു അലൽ ഖതാ, ഞാൻ കുറ്റം ചെയ്തു പോയി നബിയേ, എണ്ണവും കണക്കുമില്ല നബിയേ എന്റെ കുറ്റത്തിനിക്ക്, ലക്കാഷ്കൂ തങ്ങളോട് സങ്കടം പറയുന്നു, ഫീഹി ആ കുറ്റം വന്നു പോയതിൽ തങ്ങളോട് സങ്കടം പറയുന്നു, ലക്കാഷ്കൂ ഫീഹി സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ നബിയെ നേതാക്കന്മാരോട്, അടിമകൾക്ക് നേതാക്കന്മാരോടല്ലാതെ ആരോട് പറയാനാണ്? മാത്രമല്ല നബിമാരിൽ ഏറ്റവും ഉത്തമരായ നബിയെ, നബിമാരല്ലാതെ ഈ ലോകത്തുള്ള ആളുകൾക്കൊരു അഭയമില്ല എന്ന് സ്വഹാബത്ത് മുത്തുനബിയോട് പറഞ്ഞ വാക്കാണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലൽ മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട മുത്തുനബി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയും, നബിയേ എല്ലാം ഘട്ടത്തിലായി പോയി, എല്ലാം നശിച്ചു പോയി നബിയെ, മഴയില്ല, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾക്ക് തങ്ങളിലേക്കല്ലാതെ ഓടാനില്ലല്ലോ. വഹാബിന്റെ ഭാഷയിൽ ഈ വാക്കോടുകൂടെ സ്വഹാബി ഇസ്ലാം എന്ന് പുറത്തു പോകണം. അത് പഠിപ്പിച്ച മുത്തുനബിയാണെങ്കിലോ തൗഹീദ് പ്രചാരകനും അത് പഠിപ്പിക്കുന്നവരുമായ മുത്തുനബി തങ്ങൾ അവിടുത്തെ കയ്യിൽ അബദ്ധം പിണയണം. ഒന്നും തുടങ്ങാത്തതായ സ്ഥിതിയിലുള്ള തങ്ങൾക്ക് വേദന വരുന്നു, പ്രയാസം വരുന്നു. നബി തങ്ങളെ ഹദ്റത്തിലേക്കാണ് പോകുന്നത്. ഇത് സാധാരണയിൽ നടക്കുന്ന കേസാണോ സഹോദരന്മാരെ? സാധാരണ നടക്കുന്നതല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പത്തെ കണ്ടെത്തല്. അല്ലാത്തതൊക്കെ ചോദിച്ചാൽ അത് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന അർത്ഥത്തിനാണെന്നാണ് ഇപ്പത്തെ കണ്ടെത്തല്. ആ കണ്ടെത്തൽ മുസ്ലിമീങ്ങൾ അറിയാത്ത കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ അള്ളാഹു അറിയാത്ത കണ്ടെത്തലാണ്. അത് സലഫു സ്വാലിഹീങ്ങളെ കണ്ടെത്തലല്ല. അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ തർക്കമില്ലാത്ത കാര്യമാണ് മഹാന്മാരോട് സങ്കടം പറയൽ എന്ന് മഹാനായ തഖീദ്ദീൻ സുബ്കി തങ്ങൾ അവിടുത്തെ ശിഫാഉ ഇസ്തിഖാം ഫീ സിയാറത്ത് ഖൈറുൽ അനാം എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത് കാണാം. മുസ്ലിമീങ്ങളിൽ അതിൽ തർക്കമില്ല. ആ തർക്കമില്ലാത്ത ഒരു ഇമാമും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഒരു ഇമാമും മുൻഗാമികളും പിൻഗാമികളും പറഞ്ഞിട്ടില്ല. ചിലരുടെ വാക്കുകളിൽ അബദ്ധങ്ങൾ പിടഞ്ഞു പോയത് ഇജ്മാഇന്റെ എതിരാണെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തിന്റെ എതിരാണെങ്കിൽ അതെടുക്കാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിലേക്ക് പോകുന്നു. നബി തങ്ങൾ അതാ കണ്ണ് കയ്യിലെടുത്തുകൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഉമിനീര് വെച്ച് തടകി കൊടുക്കുന്നു. ആർക്ക് കഴിയുമത്? ഏത് ചികിത്സയാണ്
ചികിത്സയാണ് നടക്കുക, എത്ര ദിവസം എന്തെല്ലാം ഓപ്പറേഷനുകൾ ചെയ്യണം, എന്നിട്ട് തന്നെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമോ അറിയുകയില്ല, മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ മാറ്റം കിട്ടുമോ അറിയുകയില്ല. എന്നാൽ അപ്പോൾ തന്നെ അത് ശിഫയായി എന്ന് മാത്രമല്ല, തന്റെ ബഹുമാനപ്പെട്ട ഖതാദ തങ്ങളുടെ കണ്ണിൽ ഏത് കണ്ണിനാണ് അമ്പ് തറത്ത് എന്ന് നോക്കിയാൽ കാണുമായിരുന്നില്ല. അമ്പ് തറച്ച കണ്ണിനിക്ക് മറ്റേ കണ്ണിനേക്കാൾ കാഴ്ച കൂടുതലുണ്ടായിരുന്നു. മാത്രമല്ല മറ്റേ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടും ഇതിന് കാഴ്ച കുറഞ്ഞിട്ടില്ല. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. കൈപിടിച്ചതാ ഇബ്നു ഹുദൈക്ക് തങ്ങൾ റസൂലുള്ളാഹിന്റെ അരികിൽ വരികയാണ്, കൊണ്ടുവരികയാണ് മകൻ. ബഹുമാനപ്പെട്ടവര് പറയുന്നു, എന്റെ ഉപ്പ അവർ കണ്ണിന് എന്ത് പറ്റി നബി തങ്ങൾ ചോദിക്കുന്നു. അവരെ കണ്ണ് കാണുന്നില്ലോ നബിയെ, കണ്ണ് കാണാത്തതിന് പരിഹാരമുണ്ടോ സഹോദരന്മാരെ? കണ്ണിന്റെ കാഴ്ച പ്രായമായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്, അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ വിഷത്തിലോ മറ്റോ ചവിട്ടിയതിനാൽ നഷ്ടപ്പെട്ടു പോയതാണ്. പരിഹാരത്തിന് റസൂലുള്ളാഹിന്റെ അരികിലേക്കാണ് വരുന്നത്. അള്ളാഹിനോട് പറഞ്ഞ് ദ്വാരത്തിരിക്കുകയല്ല, അത് സ്വഹാബത്തിന്റെയും സുന്നികളുടെയും മുഅ്മിനീങ്ങളുടെ നിത്യ സ്വഭാവമാണ്. എല്ലാ സ്ഥലത്തും അള്ളാഹുവിനോട് ദ്വാരക്കുക എന്നുള്ളത്. അതിൽ വഖാബിത്ത് ഞങ്ങൾ ദ്വാരക്കുന്നതിന്റെ 101 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ. ഞങ്ങളതാ ഒരു പുതിയ ഇറങ്ങാണെങ്കിൽ ദ്വാരക്കും, ഒരു പുതിയ വരനിറങ്ങാണെങ്കിൽ ദ്വാരക്കും, ഒരു നിക്കാഹിന് ഒരുമിച്ച് കൂടിയാ ദ്വാരക്കും, എല്ലാ സ്ഥലത്തും ദ്വാരക്കും. ഇങ്ങനെ അവിടെ ഞങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നവരാണ്. ഞങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതിന്റെ 101 ദ്വാ നിരക്കില്ല. എന്നിട്ടല്ലേ നീ ഞങ്ങളെ പൊങ്ങേണ്ട അവസ്ഥ? അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്ന് മിയാ പറയുന്നവരാണ് ഞങ്ങൾ. അതോടുകൂടെ നമ്മുടെ സങ്കടങ്ങൾ ആരോടും പറയാമെന്നതിൽ മുസ്ലിം ലോകത്തിന് രണ്ടഭിപ്രായമില്ലാത്ത രണ്ടഭിപ്രായമില്ല എന്ന് അയിമത്ത് മുഴുവനും രേഖപ്പെടുത്തിയതാണ്. അതിൽ അബദ്ധം പിണഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ഇബ്നു തൈമിയ്യ എന്ന മനുഷ്യനാണ്. അയാളെ തുടർന്നതായ ചില ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നല്ലാതെ മുസ്ലിം ഉമ്മത്തിൽ ആരും അതിനെതിർത്തവരില്ല. സ്വഹാബത്ത് നബിന്റെ അരികിൽ ചെന്ന് കരയുകയാണ്. സ്വഹാബത്ത് ഒരാളാണോ കരഞ്ഞത്? ആയിഷ ബീവി എന്താ പറഞ്ഞത്? അത്തൂബു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞു മതിയാക്കാതെ വഇലാ റസൂലിഹി, നബിയോട് ഞാൻ തൗബ ചെയ്യുന്നു. നബിയോട് തൗബ ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ് ഗഫൂർ, ദോഷം പുറത്തു തരുന്നവരെന്നാണ് അതിന്റെ അർത്ഥം. ഏതർത്ഥത്തിന് പറഞ്ഞാലും മഗ്ഫിറത്ത് എന്നൊരു സ്വഭാവം, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക എന്നൊരു സ്വഭാവം നബി തങ്ങൾക്കില്ലാതെ ഗഫൂർ എന്ന വാക്ക് പറയാൻ സാധ്യമല്ല. നമ്മുടെ കയ്യിൽ അബദ്ധം വന്നാൽ നബിയിലേക്ക് നമ്മൾ തിരിയണം. അതുകൊണ്ടാണ് മഖ്ദൂനങ്ങൾ പറഞ്ഞത്, മഹാന്മാരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്ന് പറഞ്ഞത്, മദീനയിലേക്ക് കണക്ഷനാണ് അവരുടെ ഹൃദയം. അവരുടെ ഹൃദയവും മദീനയും കൂടി ബന്ധമാണ്. ഏതാണ് കൂട്ടത്തിലായിരുന്നാലും, ഏത് സദസ്സിലായിരുന്നാലും, ഏത് വാവിലായിരുന്നാലും, ഏത് പ്രസംഗത്തിലായിരുന്നാലും, ഏത് മൗലിദിന്റെ സദസ്സായാലും, കൂട്ടാത്തിലായാലും, കല്യാണത്തിലായാലും നബി തങ്ങളിലേക്ക് മനസ്സ് കൊടുക്കാൻ പ്രയാസമില്ല. തങ്ങളിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് മനുഷ്യന്റെ വിജയം. ആ മനസ്സങ്ങനെ വളർന്ന് 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 തങ്ങളെ സ്നേഹം അങ്ങനെ ആ സ്നേഹകുഞ്ഞനില്ലാതെ ഈ 4 ഭിത്തിന്റെ ഇടയിൽ ഈ ടൈമിൽ വന്നിരിക്കുകയില്ല. മുത്തുനബിന്റെ സ്നേഹകുഞ്ഞൻ മനസ്സകത്തില്ലാത്ത ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ആ കുഞ്ഞനെ വളർത്തിയെടുക്കണം മോമിനിയങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ. ആ കുഞ്ഞൻ കണ്ണിലേക്ക് വളരണം. ആ കുഞ്ഞൻ കൈ
കൈയിലേക്ക് വളരണം, ആ കുഞ്ഞൻ കാലിലേക്ക് വളരണം, ആ കുഞ്ഞൻ ജീവിതത്തിലേക്ക് വളരണം. അപ്പോഴാണ് സങ്കടവും ദുഃഖവും പ്രയാസവും എന്തൊക്കെയാണ് ദുനിയാവും ആഖിറമെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ ദുനിയാവേ മനസ്സിലാവൂ, ആഖിറം മനസ്സിലാവൂല. സിറാത്ത് പാലം കേൾക്കുമ്പോ ബേജാറ് വരൂല, മരണം കേൾക്കുമ്പോ പേടി വരികയില്ല. അത് വരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഖൽബിൽ കുടിയിരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ബന്ധം നമ്മുടെ ഖൽബിലേക്കുണ്ടോ, അഥവാ നമ്മുടെ ഖൽബിലേക്ക് നബി തങ്ങളുമായി എത്ര ബന്ധമുണ്ടോ അത്രയും നമ്മൾ ഉയർന്നവരാകുന്നതാണ് അല്ലാഹുവിന്റെ അരികിൽ. അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളാരാണ്? നബിയാണ്. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നബി തങ്ങളെയാണ്, ആദ്യമായി സുജൂദ് ചെയ്ത നബി തങ്ങളാണ്. മനുഷ്യകുലത്തോട് ആദ്യമായി അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി ബലാ, അതേ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യത്തെ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യത്തെ നിസ്കരിച്ച വ്യക്തി, ആദ്യം സുജൂദ് ചെയ്ത വ്യക്തി, ആദ്യം മുവഹിദായ സൃഷ്ടികളിൽ നിന്ന് ആദ്യത്തെ മുവഹിദ് അല്ലാഹുവിന്റെ റസൂലാണ്. സൃഷ്ടികളിൽ നിന്ന് ആദ്യത്തെ മുഅ്മിന് അല്ലാഹുവിന്റെ റസൂലാണ്. ഞാനിങ്ങനെ പറയാനും കാരണം സൃഷ്ടാവാണ് ആദ്യത്തെ മുഅ്മിനും ആദ്യത്തെ മുവഹിദും എന്ന് മഹാനായ ഇമാം അശ്അരി തങ്ങൾ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ പേരിൽ ഒരു പേരാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. തസ്ബീഹ് എന്ന് പറയുന്നത് ആദ്യമായുള്ളത് അല്ലാഹുവിന്റെ ഇൽമിനാണ്. ആ അല്ലാഹുവിന്റെ ഇൽമിൽ അല്ലാഹു ഒരുവനാണെന്നും മുത്തുനബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും ആദ്യമായ ഖദീമായുള്ളത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ ഖദീമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഈമാൻ ഖദീമാണ്. ഈ ഒറ്റ വിഷയത്തിൽ മാത്രം ഇമാം അശ്അരി തങ്ങൾ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ സൃഷ്ടികളിൽ ആദ്യത്തെ മുഅ്മിന് മുത്തുനബിയാണ്, ആദ്യത്തെ മുവഹിദ് മുത്തുനബിയാണ്, ആദ്യത്തെ തഹ്ലീൽ ചൊല്ലിയവര് മുത്തുനബിയാണ്, ആദ്യം സുജൂദ് ചെയ്തവര് മുത്തുനബിയാണ്, എല്ലാത്തിന്റെയും തുടക്കക്കാരൻ മുത്തുനബിയാണ്. അവിടുത്തോട് തുല്യമായ ഒരു സൃഷ്ടിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പേരുകളിൽ 70 ചില്ലാനം പേരുകൾ, 72ഓളം പേരുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ഇമാം സിയൂത്തി തങ്ങൾ. അവിടുത്തെ ഖസായിസുൽ കുബ്ര എടുത്ത് നോക്കിയാൽ കാണാം, ആ പേരിലെ പേരാണ് അൽ അഹദ്. അൽ അഹദ്, അഹദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നിപ്പോകും അല്ലാഹുവിന്റെ പേര് മുത്തുനബിക്ക് കൊടുക്കുകയാണോ എന്ന്. അല്ലാഹുവിന്റെ അഹദിയത്തല്ല മുത്തുനബിന്റെ അഹദിയത്ത്. അല്ലാഹുവിന്റെ അഹദിയത്തിന്റെ ലോകം ഒന്ന് വേറെ, മുത്തുനബിന്റെ അഹദിയത്ത് വേറെ. ഞാനതിലേക്ക് കടക്കുന്നില്ല, വിശദീകരിക്കേണ്ട ടൈമല്ല. ആ നബിയോട് അതിയായ സ്നേഹം വേണം. ആ നബിയെ ഓർത്തുകൊണ്ട് നമ്മൾ കരയണം, ആ നബിയെ ഓർത്തുകൊണ്ട് നമ്മൾ സങ്കടപ്പെടണം. നമ്മുടെ ജീവിതം അവിടുത്തെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്, വിശദീകരിക്കണ്ട. സഹീഹുൽ ബുഖാരി 20ലേറെ പ്രാവശ്യം റിപ്പോർട്ടിൽ വന്ന ആളാണ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മുസ്ലിമിലും അതിലേറെ പ്രാവശ്യം വന്ന ആളാണ്. ആരാരും തർക്കപ്പെടാത്ത മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ മദീന എന്ന് പറഞ്ഞാൽ മദീനയിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, മദീനയിലുള്ളവർ മാത്രമല്ല മദീനക്കാര്. മദീനയിൽ വന്ന് നസീൽ മദീന, നസീൽ മക്ക, ആയിരക്കണക്കിന് ഇമാമികളുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എനിക്ക് മക്കത്ത് കിടക്കണം, എനിക്ക് മദീനത്ത് കിടക്കണം എന്ന നിലക്ക് വന്നുകൂടിയ എത്ര മുഅ്മിനീങ്ങളാണല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 10 ഒന്നുമല്ല. അതിൽ പണ്ഡിതന്മാരുണ്ട്, അതിൽ മുഹദ്ദിസീങ്ങളുണ്ട്, അതിൽ വലിയ വലിയ ആലിമീങ്ങളുണ്ട്, അതിൽ വലിയ വലിയ രാജാക്കന്മാരുണ്ട്. രാജാധികാരം വിട്ട് മൗസിൽ വിട്ടുകൊണ്ട് മൗസിൽ രാജാവ് വരുന്നു മദീനയിലേക്ക്. മദീനയും മക്കയും ദാരിദ്ര്യത്തിൽ മുഴുകിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നല്ലേ അവർക്ക് സാമ്പത്തികമായി വളർച്ച, എണ്ണ കണ്ടെത്തിയതിന് ശേഷമാണ് കിട്ടിയത്. അതിന് മുമ്പ് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചിരുന്ന നാടാണ് ഈ രണ്ട് നാടും. പക്ഷേ അതിലുള്ള ഒരു ശോഭയും കെട്ടടങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? ലോക മുസ്ലിമീങ്ങളുടെ നാടാണ് മദീന. മദീനയുടെ പേരാണ് ബൈത്തുർ റസൂൽ.
റസൂലുള്ളാഹിന്റെ വീട് എന്നാണ് മദീനയുടെ പേര്. ഒരു പേര്. മറ്റൊരു പേരാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരാണ് അദ്ദാർ. മുസ്ലിമിന്റെ വീട് എന്നാണ്. മുസ്ലിമിന്റെ വീട് മദീനയാണ്. മദീനയിൽ കിടക്കണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബല ഖബ്ദി റൂഹി വൽ ഖറജി. റൂഹ് പുറപ്പെടുന്ന മുമ്പ്, അവ ദുനിയാവിന്ന് പോകുന്ന മുമ്പ് മദീനയിൽ ഒന്നെത്തണമെന്ന് പറയുമ്പോ റൂഹ് പുറപ്പെട്ടിട്ട് ഒരു മദീനയിൽ പോക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ ഒരു പക്ഷേ ആത്മജ്ഞാനികളിൽ ഉണ്ടായേക്കാമുണ്ട്. മഹാനായ ഇമാം ഫാസി തങ്ങൾ അവിടുത്തെ ശിഫാഉൽ ഖുറാം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, സാദാ ചാലിയത്ത് മറവ് ചെയ്യപ്പെട്ട മനുഷ്യനെ മദീനയിലേക്ക് ഭൂമിന്റെ അടിയിലൂടെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ നൂറുകണക്കിന് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മദീനയിൽ പറ്റാത്തവനെ മറവ് ചെയ്യപ്പെട്ടാൽ അവൻ അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെടുന്നതുമാണ്. അൽ മദീനത്തു യുഖ്രിജുൽ ഖബസ. ഇത് ശിഫാഉൽ ഖുറാമിൽ കാണാം. മഖാസിദുൽ ഹസനിൽ സഖാവി പറഞ്ഞത് കാണാം. ശിഫാഉൽ ഖുറാമിൽ ഫാസി പറഞ്ഞത് കാണാം. മറ്റു പലരും പറഞ്ഞത് കാണാം. ദുആ ചെയ്തോ മദീനയിൽ കിടക്കാൻ. ഇവിടെയാണ് ചാലിയത്താണ് കിടക്കുന്നതെങ്കിലും ഒരു പക്ഷേ അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്തതാണെങ്കിൽ ഭൂമിന്റെ അടിയിലൂടെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടാകുന്ന ഈ ഭാഗക്കാരിൽ പെട്ട ആരെങ്കിലും നമ്മുടെ നാട്ടിൽ മരിച്ചാൽ സ്വയ്യാജിൽ കാണാം, ഭൂമിന്റെ അടിയിലൂടെ അവനെ ആ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മദീനയിൽ കിടക്കുക അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ ആശ്രയിച്ച് കിടന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ മരിക്കാൻ വന്നാത്ത ആളുകളുണ്ട്. ഇമാം തൂനസി, അമീനു തൂനസി എന്ന് പറയുന്ന മഹാൻ 120-ലേറെ വയസ്സ് ജീവിച്ച് വലിയ പണ്ഡിതനാണ്, വലിയ ഗായകനാണ്. ബഹുമാനപ്പെട്ടവർ അവിടെ വന്നിട്ട് പറഞ്ഞത് കാണാം. എങ്ങനെയാ പാട്ട് പോലെ അറിയോ? അസൈനാ മസ്ജിദൽ ഷഫീഈ. ശുപാർശ ചെയ്യുന്ന നബി തങ്ങളുടെ പള്ളിയിലേക്ക് നമ്മൾ വന്നത്. അസൈനാ മസ്ജിദൽ, നമ്മൾ വന്നത് നമ്മൾക്ക് മദീനയിൽ കിടക്കാനാണ്, ജന്നത്തുൽ ബഖീയിൽ കിടക്കാനാണ്. അവിടുത്തെ പാട്ട് ഞാൻ മറന്നുപോയി. അതൈനാ മസ്ജിദൽ ഹാദി ഷഫീഈ വജിനാ യുദഫന ഫിൽ ബഖീ. ബഖീലൊന്ന് കിടക്കണം. ഇതിനു വേണ്ടിയാണ് ഞാൻ മദീനയിൽ വന്നത്. ഇമാം തൂനസി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മധുപാടി പറയലാണ് രക്ഷേണ്ട കാര്യം. അധികാലത്ത് രാജാക്കന്മാരെയും ഭൗതികന്മാരെയും വല്ലാതെ പുകഴ്ത്തിപ്പാടി അത് വലിയ ഗുണമുള്ള കേസല്ല. ഭൗതികന്മാരെ പുകഴ്ത്തി പറയൽ വലിയ ഗുണമുള്ള കേസല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ചെറിയ ഗുണവുമുള്ള കേസല്ല, അത് വലിയ അപകടം ചെയ്യുന്ന കേസാണ്. ഭൗതികന്മാരെ പൊക്കി പറയുക എന്നുള്ളത് അപകടം ചെയ്യുന്നതാണ്. അത് കറാത്താണ്, ചിലപ്പം ഹറാമാണ്. അതുകൊണ്ട് ദാരിദ്ര്യം വരെ വരുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്യരുത്. ഭൗതികന്മാരെ പൊക്കി പറയുക, അവരിങ്ങനെ ഇല്ലാത്ത ബഹുമാനങ്ങളൊക്കെ എടുത്ത് പറയുക, അവർ ചെയ്യുന്ന നന്മകൾ വല്ലാതെ പൊക്കി പറയുക, അവരെ പൊന്തിച്ച് പറയണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് അപകടമാണ്. ദീനിന് ഉപകാരം ചെയ്യുമെന്ന നിലക്കാണെങ്കിൽ അതിന് തെറ്റില്ല. അതാണ് അങ്ങനെ ഒരു ഭൗതികനെ പൊക്കി പറഞ്ഞ് പാട്ട് പാടിക്ക നടന്നതുകൊണ്ട് അതിന് തൗബ ചെയ്യാൻ മദീനയിൽ വന്ന് മദീനയിൽ മുത്തുനബിന്റെ മധു പാടിക്കൊണ്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ട് പാട്ടുപാടി കൊല്ലങ്ങളോളം പാടി മദീനയിൽ നിന്ന് തുനീസിയയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം അമീനു തനൂസി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ ഞാൻ പോകാൻ മദീനയിൽ ചെന്നവർക്ക് പോരാൻ മനസ്സിന് സമാധാനം ഉണ്ടാകൂല എന്നുള്ളത് മദീനയിൽ പോയവർക്ക് മുഴുവനും അറിയാം.
തങ്ങളെ വിട്ട് എങ്ങോട്ട് പോകാനാണ്? മദീന വിട്ട് പോരുന്ന ഒരു ടൈമിൽ എന്റെ ഒരു അനുഭവം പറയട്ടെ. മദീന വിട്ട് ഇങ്ങനെ പോരാണ്. മുത്തുനബിക്ക് സലാം പറഞ്ഞിട്ട് വിഷമിച്ച് മനപ്രയാസത്തിൽ ഏതൊരാൾക്കും സങ്കടമായിരിക്കും. കാരണം ആരെ വിട്ടാണ് പോരുന്നത്, എങ്ങോട്ടാണ് പോരുന്നത്, എന്തിനാണ് പോരുന്നത് ഒന്നും അറിയില്ല. ആരെ വിട്ടാണ് പോരുന്നത്, എങ്ങോട്ടാണ് പോരുന്നത് ഒരു വിവരവും നമുക്ക് തന്നിട്ടില്ല. മോനെ നീ പൊയ്ക്കോന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. ഈ ഒരവസ്ഥയിൽ തിരിച്ചു പോരുമ്പോ സലാം പറഞ്ഞു, പിന്നെയും തിരിച്ച് കുറെ നടന്ന് തിരിഞ്ഞ് സലാം പറഞ്ഞു, പിന്നെയും സലാം പറഞ്ഞു, പിന്നെയും സലാം പറഞ്ഞു. അതൊക്കെ സുന്നത്തുള്ളതൊന്നുമല്ല, ഒരു സലാമേ സുന്നത്തുള്ളൂ. അങ്ങനെ സലാം പറഞ്ഞ് 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 കണ്ണ് തെറ്റുന്ന പച്ചക്കുബയിൽ നിന്നും കണ്ണ് തെറ്റാനായപ്പോ ഞാനങ്ങ് മുകളിലേക്ക് നോക്കുമ്പോ അവിടെ കാണുന്നത് അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അല്ലാതെ മനസ്സ് പൊട്ടിപ്പോയി. മദീനയാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഖൈറ്, അതറിയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമായിരുന്നില്ല എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്കവിടെ എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ കാലങ്ങൾക്കും നിയമങ്ങൾക്കും വഴിപ്പെട്ട് പോരുകയല്ലാതെ നിവൃത്തിയില്ല. അല്ലാഹു മദീനത്ത് കിടക്കാൻ അല്ലാഹു മുത്തുനബിക്കും അല്ലാഹുവിനും വെറുപ്പില്ലെങ്കിൽ ഒരിടം നമുക്കവിടെ തെരുമാറാകട്ടെ. തൂനസി റളിയല്ലാഹു അൻഹു പോകാൻ തീരുമാനിച്ച രാത്രിയിൽ തൂനസി റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം മുത്തുനബി ഉറക്കത്തിൽ തൂനസി തങ്ങൾ പറയുന്നു ഞാൻ കണ്ടു. ഇത് എന്റെ വക പറയുകയല്ല, ഇബ്നു ഫർഹൂൻ തങ്ങൾ അവിടുത്തെ അദ്ദീബാജുൽ മുദഹബ് ഫി അയാനിൽ മദ്ഹബ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതാണ്. ഞാൻ തൂനസിയെ കണ്ടു. തൂനസി തങ്ങളോട് ഞാൻ ചോദിച്ചു, ഇത്രയും പ്രായമായിട്ട് നിങ്ങളുടെ പല്ലിന് പൊട്ട് വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഒരു ദിവസം മുത്തുനബിയെ കണ്ടു. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാട്ടുപാടാൻ പറഞ്ഞു. മുത്തുനബിന്റെ പാട്ടുപാടി കുറെ അങ്ങെത്തിയപ്പോ എന്നോട് പറഞ്ഞു ഇത്തഹ്ഫാഖു എന്ന് പറയുകയും വായിലേക്ക് ഉമിനീര് തരികയും ചെയ്തു. ആ ഉമിനീരിന്റെ വില എത്രയാണ്? എത്ര ഇമാമിങ്ങളാണ് അതുകൊണ്ട് വളർന്നത്. ഇമാം ഷാഫിയിലൂടെ വളർന്നവരാണ്. മഹാന്മാരിൽ അധിക പേര് മുത്തുനബിയുടെ ഉമിനീര് കിട്ടിയവരാണ്. ഉറക്കത്തിലോ അല്ലാതെയോ അവരൊക്കെ എവിടേക്കോ എത്തിപ്പോയി. നമുക്കതൊന്നും ചോദിക്കാൻ അറിയില്ല. തങ്ങളത് തരാൻ അർഹനാണ്. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. നമുക്ക് ചോദിക്കാമല്ലോ, ആഗ്രഹമാണല്ലോ. അല്ലാഹു ഇജാബത്ത് ചെയ്താൽ അത് വിശാലമാണല്ലോ, ചില്ലറല്ലോ. ഒന്ന് അവിടുത്തെ കൈയൊന്ന് കിട്ടുക, ഒന്ന് ചുംബിക്കാൻ കഴിയുക, അവിടെ നിന്ന് മുഖത്ത് നോക്കി ചിരിക്കുക, അവിടുത്തെ മുഖമൊന്ന് കാണുക, അവിടുന്ന് വായിലൊന്ന് തുപ്പിത്തരുക. ഇതൊക്കെ ആഗ്രഹിക്കണം മുഅ്മിനീങ്ങളെ. എത്ര അനുഭവങ്ങളാണ് എന്റെ തൊള്ളയിൽ തുപ്പിത്തന്നു എന്ന് ബഹുമാനപ്പെട്ട അമീനുൽ തൂനസി റളിയല്ലാഹു അൻഹു പറയുന്നു. തുപ്പിത്തന്നിട്ട് പറഞ്ഞു, ലാ ഫുല്ലഫൂക, നിന്റെ പല്ല് പൊട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ പല്ല് പിന്നെ പൊട്ടിയിട്ടില്ല. എന്റെ പല്ല് കൊണ്ട് എന്തും ചെയ്യാം. എത്രത്തോളം വെള്ളിയുടെ നാണയം 2 കഷ്ണമായി അവിടുത്തെ പല്ലുകൊണ്ട് മുറിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം ഇബ്നു ഫർഹൂൻ തങ്ങൾ നേരെ കണ്ട സംഭവം പറയുന്നു. ഇത് ഇമാം സഖാവി തങ്ങൾ അൽ മഖാസിദുൽ ഹസനയിൽ ഉദ്ധരിക്കുന്നുമുണ്ട്. പല സ്ഥലത്തും ഈ ചരിത്രം കാണാം. അങ്ങനെ മദീനയിൽ വന്ന് കിടക്കാൻ ആഗ്രഹിച്ച എത്ര ആളുകളാണ്. റസൂലുള്ളാഹി പറയുന്നു, മോനെ നീ എന്നെ വിട്ടുപോവുകയാണോ? പിന്നെ പോയിട്ടില്ല. അവിടെയാണ് കിടക്കുന്നത്, ജന്നത്തുൽ ബഖീലാണ് കിടക്കുന്നത്. വൈങ്കാന ഖബരീബിൽ بالبقيع بطيبتي فوالله إني في مع صاحب القبر. മദീനയിൽ ഖബർ കിട്ടിയാൽ പിന്നെ രക്ഷയില്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു. തൂനസി പറഞ്ഞത് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിക്കൊണ്ട് മൗസിലി രാജാവ് വന്നു. രാജാവാണ്, വലിയ സമ്പന്നനാണ്, വലിയ സമ്പത്തുള്ള ആളാണ്. കോടാനുകോടി രൂപയുമായി വന്ന് മദീന പള്ളിയിലെ എല്ലാ ചെലവുകളും നടത്തി കൊടുക്കുന്നു. എല്ലാം നടത്തി രാജാക്കന്മാരെ മുഴുവനും കയ്യിലാക്കി. എന്തിനു വേണ്ടി? നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി. ആ ലക്ഷ്യം തന്റെ മരണത്തോടടുത്ത ടൈമായപ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ ഇവിടെയെല്ലാം ഇത്രയൊക്കെ ചെയ്തില്ലേ, എനിക്ക് മുത്തുനബിന്റെ കാലിൽ
ഇതിന്റെ അപ്പുറത്ത് ഖദമു ഷരീഫിന്റെ അപ്പുറത്ത് ഒരു ഖബർ തരുമോ? ഇതിനാണ് ഇവൻ വന്നതെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരിക്കലും തടയാൻ കഴിഞ്ഞില്ല. 10-14 മീറ്റർ അപ്പുറത്ത് ഒരു ഖബർ കൊടുത്തു. ആ ഖബറിലാണ് മൗസിലി മറവ് ചെയ്യപ്പെട്ടത്. മൗസിലെ രാജാവ് മറവ് ചെയ്യപ്പെട്ടത് പേര് ഞാൻ മറന്നുപോയി. ആ ഖബറിൽ മറവ് ചെയ്യപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ ഖബറിൽ നിങ്ങൾ മറവ് ചെയ്തതിന്റെ ശേഷം ആ ഖബറിന്റെ മുകളിൽ എഴുതണം, മുത്തുനബിയെയും അവരെയും സ്നേഹിക്കുന്ന, മുത്തുനബിയെയും സ്വഹാബിമാരെയും സ്നേഹിക്കുന്ന നായ ഇതാ അവരുടെ കാലിന്റെ അരികിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കിടക്കുകയാണ് എന്ന്. നായ എന്നാണ് പറഞ്ഞത്, ഒരാളല്ലത് പറഞ്ഞത് നായ എന്ന്. ഞാൻ മുത്തുനബിന്റെ നായയാണ്, ഞാൻ മുത്തുനബിന്റെ കെൽബാണ്, ഞാൻ മുത്തുനബിന്റെ നായയാണ് എന്ന് പറഞ്ഞെത്ര ആശയങ്ങളാണ്. നമുക്ക് അവിടുത്തെ മഹബത്തിന്റെ പേരിൽ ആരോട് കയർക്കാനും കഴിയണം, ആരോട് ചീത്ത പറയാനും കഴിയണം. ചീത്തയല്ല, ആരെയും ആക്ഷേപിക്കാൻ, ദീനിനു വേണ്ടി മുത്തുനബിക്ക് വേണ്ടി ആരോടും ശകാരിക്കാൻ കഴിയണം. അപ്പോഴാണ് മുത്തുനബിന്റെ നായാകുന്നത്. യജമാനന്റെ നേരെ വരുന്ന അതിന്റെ നേരെ കുരക്കുന്നവനാണ് നായ കേട്ടോ. അതൊരു ചെറിയ ജീവിയല്ല. ആ സ്റ്റേജെങ്കിലും വാങ്ങിക്കൊണ്ട് വേണം ഈ ലോകത്തുനിന്ന് പിരിയാൻ. മുത്തുനബിയെ തൊടാനാക്കരുത്, മുത്തുനബിയെ മോശമാക്കാനാക്കരുത്. അബൂ ഖുഹാഫ ഇസ്ലാമിൽ വന്ന വലിയ സ്വഹാബിയാണ്. വരുന്നതിന് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ അബൂ ഖുഹാഫക്ക് പനി പിടിച്ചിട്ട് വല്ലാത്ത പ്രയാസപ്പെട്ടപ്പോൾ പനി പിടിച്ച അബൂ ഖുഹാഫക്ക് സുഖമില്ല എന്ന വിവരം മുത്തുനബിന്റെ ഹദ്റത്തിൽ വന്ന് പറഞ്ഞു, എന്റെ ഏത് രോഗവും പറയൽ മുത്തുനബിയോടാണ് എന്നും പറയേണ്ടത് മുത്തുനബിയോടാണ്. ഇപ്പോഴായിട്ട് കോലം മാറില്ല, എന്നും പറയേണ്ടത് ഹയാത്തി ഖൈറുൽ ലക്കും വമാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതകാലം കൊണ്ട്, എന്റെ വഫാത്ത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഖൈറ് മുടങ്ങുകയില്ല. മറ്റുള്ളവർ ഒരു പക്ഷേ 100% ഖൈറ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഞാൻ അങ്ങനെയല്ല. ഹയാത്തി, എന്റെ ജീവിതകാലം, ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് എന്തെല്ലാം ഖൈറുകൾ വാരിക്കൂട്ടാൻ കഴിയുമോ അങ്ങനത്തെ കാലമാണ്. അതിനൊരു പുള്ളി പോലും, ഒരു അണുപോലും കുറവില്ല. വമാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തിന്റെ ശേഷവും നിങ്ങൾക്ക് എന്റെ സ്വഹാബത്ത് വാരിക്കൂട്ടിയതുപോലെ ഖൈറുകൾ ഒരുമിച്ച് കൂട്ടാൻ വാരിക്കൂട്ടാൻ കഴിയുന്ന അവസ്ഥയിലാണ് അല്ലാഹു എന്നെ എത്തിച്ചിട്ടുള്ളത്. ഈ മജ്‌ലിസിനെ വിധങ്ങൾ കാണും, അറിയും, വന്നവരറിയും. ഉസ്താദ് വായിച്ചാലും വായിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അറിയും. വായിച്ചതും റസൂലുള്ള കേൾക്കും. ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞത്, അല്ലാത്തവനാണ് കാഫിർ എന്ന് പറഞ്ഞത്. വേറെ ഇതിന്റെ അടിയിൽ വേറെ മൂന്നാമത്തെ ഒരുത്തനില്ല. മുനാഫിഖ് എന്നും പേര് പറയും കാഫിറിന്. കടുത്ത കാഫിർ എന്നുള്ള അർത്ഥത്തിനാണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ. നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് മുനാഫിഖ്. അപ്പൊ മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ട് കിട്ടിയത്. ആ ഒരു വിശ്വാസം ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹു പറഞ്ഞതാണ്. അങ്ങനെയാണ് അവരൊക്കെ കഴിഞ്ഞു പോയത്. ഈ ഒരു സ്വഭാവം നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടത്തോട് ചെന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ ഉപ്പാക്ക് സുഖമില്ല, ഉപ്പ മുസ്ലിമല്ല, മുശ്രിക്കാണ്. ഫത്ഹ് മക്കയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന് വലിയ മഹാനാണ്, വലിയ സ്വഹാബിയാണ്. ഞാൻ അന്നത്തെ കാലമല്ല പറയുന്നത്, അതിന് മുമ്പത്തെ കാലത്ത് അബൂ ഖുഹാഫക്ക് നബി തങ്ങളെ പറ്റി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. മകൻ സിദ്ദീഖ് തങ്ങൾക്ക് കുട്ടിക്കാലത്തെ പരിചയമുള്ളത് കൊണ്ട് കേൾക്കുന്നത് മുഴുവനും സത്യമാണെന്ന് അനുഭവത്തിലൂടെ അറിയുന്നത് കൊണ്ട് വിശ്വസിച്ചതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ ആദ്യമായി വിശ്വസിച്ച ആളാരാണ്? പുരുഷന്മാരുടെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. അതല്ല വറഖത്ത് ബിൻ നൗഫലാണെന്ന് പറഞ്ഞവരുമുണ്ട്, അത് ദഈഫായ അഭിപ്രായമാണ്. മറ്റു അഭിപ്രായങ്ങളുണ്ട്. ബലപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വാപ്പാനോട്, അപ്പാ ഇതാ എന്താണത്, നിങ്ങൾക്ക് പനിയല്ലേ? ഇത് മുത്തുനബി ഒന്നുണ്ടാക്കിയ വെള്ളത്തിന്റെ ബാക്കിയാണ്, ഇത് കുത്താളി, എന്നാ നിങ്ങൾക്ക് പനി മാറും. അപ്പൊ മുപ്പര് പറഞ്ഞ മറുപടി ഞാനിവിടെ പറയുന്നില്ല. അങ്ങനത്തെ ഒരു മറുപടിയാണ് മുപ്പര് പറഞ്ഞത്, പറയാൻ പറ്റാത്തൊരു മറുപടി. ഒരേറ്റ ഒന്നാണ് കൊടുത്തു പാപ്പാക്ക്. അല്ലാഹ് ഇത് അർത്ഥപ്പങ്ക് വാപ്പാന്റെ തല്ലണമെന്നല്ലോ, മൂപ്പരാണ് ആണ് കൊടുത്തു, ഒരു കൊടുക്കലാണ് കൊടുത്തു. ഒറ്റ ഒന്നാണ് തപ്പ കൊടുത്ത പോലെ. സുന്നത്തിനെതിരെ പറഞ്ഞപ്പോ ഒരൊറ്റൊന്നാണ് കൊടുത്തു.
അങ്ങനെ ചൂടുകൂടി. സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനത്തെ ചൂടൊന്നും കൂടൂല. ഉമർ ഖത്താബാണ് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോ മുത്ത് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നപ്പോ മുത്തിനബി പറഞ്ഞ് പനി അങ്ങനെ വാപ്പാന്റെ പനി അങ്ങനെ ഏകദേശം മാറിയിട്ടുണ്ടാവും എന്നാണ് അഭിപ്രായം. ഇതാണ് സ്നേഹം. പക്ഷേ ഒരു വാപ്പ മുസ്ലിം ആണെങ്കിൽ അടിക്കരുതേ, ഇനി മുസ്ലിം അല്ലെങ്കിലും അടിക്കരുതേ, അത് വേറെ കാര്യം. അത് വാപ്പ ആരാണെന്ന് പഠിപ്പിച്ചു തന്നത് മുത്തുനബിയാണ്. പരിസരം മറന്നുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ആ സ്നേഹത്തിന്റെ ഉള്ളിൽ സിദ്ദീഖ് തങ്ങളെ കയ്യിൽ നിന്ന് അവിചാരിതമായി സംഭവിച്ചു പോയതാണ്. അത് പഠിപ്പിച്ച ആളല്ല നബി. അടിച്ചിനട കേട്ടാൽ റസൂലുള്ളാഹി സമ്മതിക്കൂല. ഉമ്മു ഹബീബ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഉമ്മു ഹബീബയുടെ ഉപ്പ അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ പുറത്താണ്. ഉമ്മു ഹബീബിന്റെ ഭർത്താവ് മരണപ്പെട്ടു. കുലപതിയാണ്, രാജാത്തിയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്ന് രാജാത്തികളാണ്. ഓരോരുത്തരെ പറ്റി പറയണം. മഹാനായ ശുജാഇ തങ്ങൾ പറഞ്ഞത് രാജസുന്ദരിമാർ എന്നാണ്. രാജാത്തികളാണ് എല്ലാവരും. വെള്ളാട്ടി ഉണ്ടല്ലോ, ആരാ? മാരിയത്തുൽ ഖുദ്സിയ. അതാരാ? ഫറോവ കുടുംബത്തിലെ, ഖുദ്സി കുടുംബത്തിന്റെ രാജകുടുംബത്തിലെ ഒരു പെണ്ണാണ്. താഹു ഇബ്രാഹിമു മിൻ സുരിയാ വഉമ്മുഹു മാരിയത്തുൽ ഖുദ്സിയ. ഖുദ്സി കുടുംബം രാജകുടുംബമാണ്. ഫറോവ മോശക്കാരനാണെങ്കിലും ഖുർആൻ ഫിറഔൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഫിറഔൻ? ആള് ചെയ്തതൊക്കെ തെറ്റാണെങ്കിലും അയാളുടെ രാജധികാര സ്വഭാവത്തെ ഖുർആനിന്റെ ഒരു ഓത്തിൽ മം ഫിറഔൻ അല്ല മിൻ ഫിറഔൻ എന്നും ഓത്തുണ്ട്. അതിരിക്കട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ എന്താ നമ്മൾ പറഞ്ഞു? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂ സുഫിയാൻ വന്നിരുന്നു, അതോ ഉപ്പ വന്നിരുന്നു. എന്നിട്ട് ഉപ്പ വന്നപ്പോ എന്ത് ചെയ്തു? ഉപ്പ വന്നപ്പോ ഉപ്പാക്ക് ഭർത്താവ് മരിച്ച് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു ഹബീബയെ കല്യാണം ചെയ്തു. വേറൊരു വഴിയില്ല. അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. ഓരോ കല്യാണവും നബി തങ്ങൾ നിർബന്ധിതനായി, നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനത്തെ ഒരു വഴിയില്ല, ആ നേരത്തെ കല്യാണം ചെയ്തതാണ്, നിർബന്ധിതനായി കല്യാണം ചെയ്തതാണ്. ഉമ്മു ഹബീബയെ കല്യാണം ചെയ്തു. ഉമ്മു ഹബീബിന്റെ വീട്ടിൽ റസൂലുള്ളാഹി തങ്ങൾ ഇല്ലാത്ത ടൈമിൽ അമ്മോശൻ മകളെ കാണാൻ വേണ്ടി, അഥവാ അബൂ സുഫിയാനാകുന്ന അന്നത്തെ എതിരാളിയാകുന്ന വ്യക്തി വന്ന ടൈമിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നപ്പോ മുത്തുനബി അവിടെ ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നിർത്തുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല ഉമ്മു ഹബീബ പറയാണ്, ഉപ്പ വന്നു. അപ്പൊ ഉപ്പ വന്നപ്പോ ഇരിക്കാൻ പറയും. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറയാ, ഇല്ലെങ്കിൽ സ്വന്തം ഇരിക്കാൻ എന്തോ ചെയ്തു. ഇരിക്കാൻ പറയുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഓർമ്മയില്ല. ഏതായാലും വേണ്ടിയില്ല, ഇരുന്നപ്പോ മുത്തുനബി ഇരിക്കുന്ന ഒരു പായുണ്ട്. ആ പായ ഞാനിത് വലിച്ചിപ്പാന്റെ അടിയാണ്. പായ ഇങ്ങോട്ട് വലിച്ചു. മുത്തുനബി ഇരിക്കണ പായയിൽ ചങ്ങായി നിർത്താൻ പറ്റുമോ? ബാപ്പയാണ് അറിഞ്ഞ കാര്യമുണ്ടോ എന്നും പേർക്കാണ് തോന്നി. എന്താ കാട്ടുക? സ്നേഹം കൂടുതലായി പോയി, ബഹുമാനം കൂടുതലായി പോയി, അള്ളാനെ പറ്റി പഠിച്ചു പോയി. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയി. അതിങ്ങോട്ട് വലിച്ചു. സുബ്ഹാനല്ലാഹ്, വാപ്പയുടെ മനസ്സങ്ങ് പൊട്ടി. ഒന്നും പറഞ്ഞില്ല, യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ വന്നു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ എന്റെ ഉപ്പ വന്നിരുന്നു, എന്നിട്ട് ഇനി അങ്ങനെയൊക്കെ പെരുമാറിയത്. ഉപ്പ വന്നപ്പോ എങ്ങനെയൊക്കെ പെരുമാറിയത് റസൂലുള്ളാഹിക്ക് അറിയാലോ. അവിടെ നിന്ന് കാണുന്ന ചിത്രം കാണുന്ന നബിയല്ലേ, എല്ലാ ലോകത്ത് കിടക്കണം കാണുന്ന അള്ള പറഞ്ഞല്ലേ. അള്ള പറഞ്ഞതിന് അപ്പുറം പറയണ വഹാബി ഉണ്ടല്ലോ, എനിക്ക് വല്ല ലെവലുണ്ടോ? അള്ള പറഞ്ഞതാ, ഉറപ്പായിട്ടും അള്ള കാണും, റസൂലും കാണുന്ന അള്ളാഹു തആല പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ അവിടെ കാണുവോ കാണൂല എന്ന് നിസ്കാരാണ് സംശയമാകുന്ന വല്ല അർത്ഥമുണ്ടോ? വല്ല മുസ്ലിമുമായ സംശയിക്കോ? മുസ്ലിമാണെങ്കിൽ സംശയിക്കോ? ഈമാനിലായിട്ടല്ലത്. അങ്ങനെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിട്ട്, നീ എന്താ കാണിച്ചേ? ഞാനേ ഒന്നും കാണിച്ചില്ല, സ്വീകരിച്ചിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇരിക്കുമ്പോ ഞാൻ പായ എടുത്ത് അവിടുന്ന് ഉപ്പങ്ങളെ വായിൽ ഇരിക്കണ്ടെന്നുള്ള, മുത്തുനബി ഇരിക്കണ വായിൽ ഇരിക്കണ്ടെന്നുള്ള ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്, അബൂക്കി. വാപ്പേനിട്ടോ, വാപ്പനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മുസ്ലിമാണോ അമുസ്ലിമാണോ ആ നോട്ടല്ല, ആരായാലും വാപ്പയാണ് എന്ന് പഠിപ്പിച്ചവരാണ് നബീന റസൂലുള്ളാഹി. സിദ്ദീഖ് തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു പാഠം ഉൾക്കൊള്ളാനല്ല ഞാൻ പറഞ്ഞത്. സിദ്ദീഖിന്റെ പരിസരം മറക്കുന്ന മുത്തുനബിയാണ്. സ്നേഹത്തിൽ ഖൽബ് നിറഞ്ഞു പോയതുകൊണ്ട് സംഭവിച്ചു പോയ ഒരു വിഷയം മാത്രമാണ് എന്നല്ലാതെ അത് ഇസ്ലാമിന്റെ അധ്യാപനം അല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ സ്നേഹം അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. നമ്മൾ അഷ്റഖിലേക്ക് കടക്കുകയാണ്. ഓരോ വരികളിലും മുത്തുനബിയോട് സങ്കടം പറയാൻ പറ്റിയ വരികളാണ് അഷ്റഖ് വരി. അല്ലെങ്കിൽ നോക്കി നിങ്ങൾ മൗലിദ് അഷ്റഫുൽ അനാം അങ്ങനെ വായിച്ച് വരുമ്പോ അത് അതിൻ്റെതായ കോർവയിലും അർത്ഥത്തിലും വായിച്ച് അതിന്റെ സമാധാനത്തിൽ ആത്മാർത്ഥതയുള്ള മനസ്സോടുകൂടെ വായിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ എഴുന്നേൽക്കും അഷ്റഖയിൽ ഉറപ്പാ. കാരണം അവിടെ വരികയാണ്, അങ്ങോട്ട് എത്തിപ്പെടും അഷ്റഖ്. ഇയ്യാക നഅ്ബുദു പറഞ്ഞ കിതാബാണ് എത്തുകയാണ്. അങ്ങനത്തെ ശൈലിയിലാണ് മൗലിദിന്റെ പോക്കുള്ളത്. നമ്മൾ അവിടെ മാത്രം ഓതുമ്പോൾ നമുക്ക് അഷ്റഖയുടെ പോയിന്റ് മനസ്സിലാവില്ല. ആ ശൈലിയാണ് ഇത്. ആ വരവങ്ങണ്ട് വരുമ്പോ നബി തങ്ങൾ ഇതാ വന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അല്ലാഹ് നബി വന്നല്ലോ എന്നുള്ളത് എല്ലാവരും അറിയാതെ എഴുന്നേറ്റ് പോകും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അഷ്റഖിന്റെ സ്വഭാവം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം സാധ്യതയുള്ള സദസ്സാണ് അഷ്റഖിന്റെ സദസ്സ്. ചാലിയത്തുള്ള സദസ്സും ഞങ്ങളുടെ നാട്ടിലുള്ള സദസ്സും ഒക്കെ എന്താ ചെയ്യല്? ഉസ്താദ് പറഞ്ഞ പോലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ ചെയ്യല്. ലൈറ്റ് ഓഫ് ചെയ്യലും കണ്ണു ചുമലൊക്കെ ഏകാന്തത കിട്ടുമെങ്കിൽ അത് സുന്നത്താണെന്ന് ഷാബാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പഠിച്ചേക്കണത്. അറിയാത്തവരിത് അറിയണം. ഈ സാധനം ഉണ്ടായതുകൊണ്ട് പറയണം, എല്ലാരും പഠിച്ചേക്കണം. എന്നിട്ട് അത് പഠിച്ചിട്ട് അത് ചെയ്യുമാണ്. അല്ലെങ്കിൽ പിന്നെ അർത്ഥമുള്ളത് എന്ത് ഏകാന്തത, എന്ത് കുന്തം, അങ്ങനത്തെവർക്ക് പിന്നെ ചർച്ചയില്ല. എന്നോട് സംസാരം തന്നെ ഇല്ല. നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ ഖൽബിൽ ഏകനായി വന്ന് ആ മനസ്സിലേക്ക് ചിന്തിച്ച് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ടായിരിക്കണം അത്തഹിയ്യാത്തുൽ അസ്സലാമു അലൈക പറയേണ്ടതെന്ന് യാനത്തു ത്വാലിബിൽ വരെ കാണാം. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ പച്ചക്കുബ്ബയിലേക്ക് നോക്കി ഒരു പാവപ്പെട്ട അടിമ നിൽക്കും പോലെ നിന്ന്, പാവപ്പെട്ട അടിമ നിൽക്കും പോലെയല്ല, പാവപ്പെട്ട അല്ലാതെ എന്താ നമ്മളെ കയ്യിലുള്ളത്? ആ അടിമയായി നിന്ന് മുത്തുനബിയിലേക്ക് സങ്കടത്തിന്റെ കരങ്ങൾ ഉയർത്തി യാ നബി സലാം, നബിയെ സലാം, എന്റെ ഹൃദയം നന്നാക്കി തരണേ, എന്നെ നന്നാക്കി തരണേ, എന്നെ സ്വീകരിക്കണേ തുടങ്ങിയ എന്തെല്ലാം വെപ്രാണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടോ അത് മുഴുവനും അങ്ങ് മനസ്സുകൊണ്ട് പറഞ്ഞേക്ക്. നാവുകൊണ്ട് പറയണ്ട. നാവുകൊണ്ട് പറയുമ്പോൾ സലാം ചെല്ലാൻ കഴിയൂല. 3 സലാമാണ് ഒരു സലാമിന് വരുന്നത്, ഒരു സ്വലാത്ത്. അങ്ങനെ 17 വരികളാണ്. അത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും മനസ്സിന് എന്തൊന്നില്ലാത്ത സമാധാനം കിട്ടും. ഞാൻ നബിയോട് കുറെ സങ്കടം പറഞ്ഞല്ലോ. ആ സങ്കടം പറയൽ സ്വഹാബത്തിന്റെ സ്വഭാവമാണ്, താബീങ്ങളുടെ സ്വഭാവമാണ്, അയിമ്മത്തിന്റെ സ്വഭാവമാണ്. ആർക്കും അതിൽ ഇജ്മാഅായ വിഷയമാണ്. ആ ഇജ്മാഇന്റെ ദിലിൽ പറഞ്ഞു പോയത് ഇബ്നു തൈമിയയിൽ നിന്ന് ഉൾക്കൊണ്ട ആശയമായി ആരോടെയൊക്കെ കയ്യിൽ പെട്ടുപോയതാണ്. ഒരിക്കലും അത് സത്യമല്ല. ആ ശാഫി മദ്ഹബിലാകട്ടെ ശാസ്ത്രായ അഭിപ്രായത്തിന് ഒരു സ്ഥാനവുമില്ല. ഇമാമിങ്ങളുടെ ഉസൂലിനെതിരിൽ സംസാരിക്കുന്നത് ഷാസായ ഖൗലാണ്. അതിനൊരു സ്ഥാനവുമില്ല. എവിടെ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, ഏത് വലിയവൻ പറഞ്ഞാലും ശരി എന്നാണ് ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാന തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അതുകൊണ്ട് തന്നെ നാം ആ വഴിയിലേക്ക് തുടരുന്നു. ആ വഴിയിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടായിരിക്കും ചൊല്ലേണ്ടത്. മനസ്സ് റസൂലുള്ളാഹിയിലേക്ക് കൊടുത്തുകൊണ്ട് നീ ചൊല്ലിയാൽ നിനക്ക് അതുകൊണ്ട് വലിയ ഫലം ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ ഫലം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് മഹാനായ ഇമാം അബ്ദുൽ കരീം ജീലി തങ്ങൾ പറഞ്ഞതായി കാണാം. ഈ ഒരു സ്വഭാവത്തിന് നമ്മൾ അഷ്റഖ് ചെല്ല. അല്പം നീണ്ടുപോയി. മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അറിയാതെ നിങ്ങളാണ്. ഞാൻ പ്രസംഗിക്കാൻ വന്നതേ അല്ല. പിന്നെ നസീഹത്ത് പറഞ്ഞാല് പറയിപ്പിക്കരുത്. ഒന്നാമത് പറയിപ്പിച്ചാൽ അറിയാതെ നീണ്ടുപോകും. എനിക്ക് ഫാദിലിനുമായിരുന്നോ മുസ്തഫയിലേനുമായിരുന്നോ അല്ലെങ്കിൽ ഉസ്മാമയിലേനുമായിരുന്നോ ആളെന്നെ കുറിച്ച് പറയാൻ കഴിയില്ല. പറഞ്ഞതാണ് പറയാന്നുള്ളതാണ്. അത് ഒരു ദുസ്വഭാവമാണ്. പക്ഷെ ആ ദുസ്വഭാവം ഉള്ള ആളെ എന്ത് ചെയ്ത് പറയിപ്പിക്കരുത്. പറഞ്ഞാ എന്ത് ചെയ്യും? അത് 9 മണി കഴിഞ്ഞാൽ 9:30 ചോറ് അവിടെ, കഞ്ഞി ഇവിടെ, മത്തി ഇവിടെ, കൂട്ടാനിവിടെ എന്നിട്ട് കാര്യമില്ല. അതിനാരേ എന്ത് ചെയ്യരുത്? ഈ പണിക്ക് നിർത്തരുത്. അതാണ്. അല്ലാതെ എന്നെ പറ്റി പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല. ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരവസ്ഥയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ ഇതിന്റെ തുടക്കം മുതലേ ഞങ്ങളാണ് മൗലിദ് നടത്തുകയല്ല. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ ഒഴിവാക്കിയതല്ല കേട്ടോ. പഠിച്ചവനെ ഫാദിൽ ഉസ്താദ് വന്നതിന് ശേഷം വല്ലാത്ത സന്തോഷമാണ്. ഇതിലൊക്കെ വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള
ഒരു പ്രകൃതിക്കാരനാണ് ഉസ്താദ്. എവിടെ ആര് പോകുമ്പോഴും വണ്ടിയെത്തി അവിടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വേണ്ടതൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതി, ഒരു കറുപ്പില്ലാത്തൊരു മനസ്സ്. കറുപ്പ് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നല്ല, അൽഹംദുലില്ലാ അള്ളാഹു നിലനിർത്തട്ടെ. അതുപോലെ ഉസ്മാൻ മൗലവി, അതുപോലെ തന്നെ മുസ്തഫ മൗലവി, അതുപോലെ നമ്മളെ പുതിയ ഉസ്താദുമാർ പലരുമായും പേര് പരിചയമില്ല, എല്ലാവരും നൗഷാദ് മൗലവി അതുപോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ വലിയവരാണ്. അവർക്ക് ഒരാളെങ്കിലും ഒരാൾക്കല്ലാതെ ഇവിടെ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും കൂടി ഇന്നെ ഇരുത്തിയതാണ്. പിന്നെ ഞാൻ എനിക്ക് നിലത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കസാലയിൽ ഇരിക്കുന്നത്. ഷെയ്ഖുനായതുകൊണ്ടല്ല, എന്റെ കാൽമുട്ടോണ്ടും വെച്ച് നിലത്തിരിക്കാനും വയ്യ, അതുകൊണ്ടാണ് കസാല ഇരിക്കല്ല എന്ന് പറഞ്ഞില്ല. ഏതായിരുന്നാലും നമ്മൾ അശ്രത്ത് ചെല്ല, മനസ്സറിഞ്ഞ് ചെല്ല, മനസ്സറിഞ്ഞ് ചെല്ല. ഓരോ വരികളിലും ഫാഗ്സിനി എന്നെ സഹായിക്കണം നബിയെ, നോക്കി, ഫാഗ്സിനി വഅജിർനി എന്നെ രക്ഷിക്കണം നബിയെ, യാ ഖിയാസി യാ മലാദി എന്റെ സഹായമേ, എന്റെ അഭയമേ, എന്നെ സഹായിക്കണം നബിയെ, എനിക്ക് സഹായം അല്ലാഹു വാങ്ങിത്തരണം നബിയെ. അങ്ങനെ പറയാൻ കിട്ടായിട്ട് ഫാഗ്സിനി എന്നെ സഹായിക്കണം നബിയെ, ഫാഗ്സിനി വഅജിർനി എന്നെ രക്ഷിക്കണം നബിയെ, എന്നെ രക്ഷിക്കണം നബി. എങ്ങനെ രക്ഷിക്കല്, എങ്ങനെയെന്നാവും അറിയില്ല. രക്ഷിക്കണം നബി എന്നാണ് പറയാ. പിന്നെ രക്ഷിക്കല് വാങ്ങിത്തരലാണോ, കൊടുത്തു തരലാണോ, പിരിവിട്ട് തരലാണോ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. രക്ഷിക്കണം നബിയെ, എനിക്ക് വാങ്ങിത്തരണം നബിയെ, അല്ല എനിക്ക് എന്നെ സഹായിക്കണം നബിയെ. ഇത് റസൂലുള്ളാഹിനോട് മുസ്ലിമീങ്ങളുടെ സംബോധനമാണ്, മുസ്ലിമീങ്ങളുടെ സംബോധനമാണ്, സ്വഹാബത്തിന്റെ സംബോധനമാണ്. കുറേ രേഖകൾ അതിന് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ എ.പി. ഉസ്താദിന്റെ അടുത്തൊരു പ്രസംഗം കേട്ടു ഞാൻ. ചില ആളുകളുണ്ട് ഇസ്തിഗാസ അഥവാ മഹാന്മാരെ വിളിക്കൽ, അത് തെറ്റല്ലെങ്കിലും അത് അത്ര ഗുണമുള്ള നല്ല കാര്യമല്ല എന്ന് പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അതിനെതിരെ ചൂടായി സംസാരിക്കുന്നുണ്ട്. എത്ര ഇമാമിങ്ങളാണ് ഇസ്തിഗാസ ചെയ്തവർ, എത്ര മഹാന്മാരാണ് ഇസ്തിഗാസ ചെയ്തവർ. ഇസ്തിഗാസക്കെതിരിൽ സംസാരിക്കുന്നത് ഒരിക്കലും 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 സുന്നി പൈതൃകമല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ആരും അങ്ങനത്തെ ദുർബോധനങ്ങളിൽ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോടുള്ള മഹബ്ബത്ത് മനസ്സിൽ രൂഢമൂലമായി അതിലൂടെ ജീവിച്ച് അതിലൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. ശൈഖുനാ എ.പി. ഉസ്താദിന്റെയും റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെയും ആ രണ്ട് നേതൃത്വത്തിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ നീങ്ങുന്ന നമ്മൾക്ക് അതിനെ വിട്ടു പിരിയാതെ ആ സത്യത്തിൽ അടിയുറച്ചു നിന്ന് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസകരും പ്രവർത്തകരുമായി അവനവനിൽ ഏൽപ്പിക്കട്ട ഉത്തരവാദിത്തങ്ങൾ കഴിവതും പൂർത്തിയാക്കി വീട്ടിക്കൊണ്ട് അവനവനെ കൊണ്ട് ദീനിനെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ മറുപടി റബ്ബിന്റെ മുമ്പിൽ പറയാൻ ധൈര്യമുണ്ടെന്നല്ല, പറയാൻ പറ്റിയ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണം സഹോദരങ്ങളെ. ആ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ SSF-നും SYS-നും മുസ്ലിം ജമാഅത്തിനും ഒക്കെ പ്രവർത്തിച്ച് വേണ്ടത് ചെയ്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന അധ്വാനങ്ങൾ നഷ്ടപ്പെടാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്ത് പ്രവർത്തിക്കണം. ഈ മിസ്ബാഹിന്റെ തുടക്കം മുതലേ അൽഹംദുലില്ലാഹ് ഇവിടെ മൗലിദിന്റെ ഒരു വീടായിരുന്നു, ഒരു പഴയ വീടെടുത്തിട്ട് ആ വീടിന് മൗലിദ് നടത്തി, ആദ്യത്തെ റബീഉൽ അവ്വലിന് മൗലിദ് നടത്തിയത് ഞാനും കുട്ടികളുമാണ്. അന്ന് ഇവിടെ ആരും കാര്യമായിട്ടില്ല, മജീദാണ് കാര്യമായിട്ട് അതിനൊക്കെ അന്ന് മുന്നിലുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പിന്നെയാണ് ഓരോ പിന്നത് മറ്റൊന്നായി പിന്നത് മറ്റൊന്നായി പിന്നത് മറ്റൊന്നായി ചിത്രശലഭം കൊണ്ട് പറഞ്ഞ പോലെ ആയിട്ടാണ് ഇപ്പോൾ. അങ്ങനെ തന്നെയാണ് സുൽത്താൻ പള്ളിന്റെ തുടക്കം. അങ്ങനെ തന്നെ ഇവിടുത്തെ ദീനി സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് മുഴുവൻ അൽഹംദുലില്ലാഹ് മജീദിന്റെ കൈ അല്ലാഹു ബർക്കത്തുള്ള കൈയാക്കട്ടെ. ആ കൈ അതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു ഞാൻ മജീദ് പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാവും. ഞങ്ങളും ചെയ്തിക്കണല്ലോ, ഞങ്ങളും ചെയ്തിക്കണം, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, മജീദിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനു വേണ്ടി ഓടി നടന്ന ഒരു പാരമ്പര്യം കൊല്ലങ്ങളായി. ഞാൻ ഇവിടെ 30 കൊല്ലമായി. ഈ 30 കൊല്ലത്തിലടി കണ്ടത് പറഞ്ഞതാണ്, ഇല്ലാത്തത് പറയാൻ കഴിയില്ലല്ലോ, ഉള്ളത് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. പറ്റിയതാണെങ്കിൽ അന്നേൽക്ക് പറഞ്ഞു പോയതാണ്. നിങ്ങളൊക്കെ ഇതിന്റെ ആളുകളാണ്, നിങ്ങളാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ഉസ്താദ് ഇവിടെ വെണ്ണിയല്ലോ കുറേ ആളുകളെ, അതൊക്കെ അവരൊക്കെ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നെ ചാലിയത്തേക്ക് കൊണ്ടുവരുന്നതിന് മജീദാണ്, ചാലിയത്തേക്ക് കൊണ്ടുവരുന്നതിന് മജീദാണ്. അതിന്റെയൊക്കെ കഥ പറയാതിരിക്കാൻ നല്ലത്. ഏതായിരുന്നാലും ഞാൻ ചാലിയം മോശമായിട്ട് പറയല്ലോ കേട്ടോ, എന്നെ കൊണ്ടുവന്ന കഥ പറയാതിരിക്കാൻ നല്ലതെന്നാ പറഞ്ഞു. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ വഴിയിലൂടെ അങ്ങനൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കി കൊടുന്ന ഇവിടെ കൊട്ടിയതാണ്.
ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് 30 വർഷമായി ഇപ്പം വയ്യാതായി. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ദീനിന്റെ ഖിദ്മയും നൽകട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കാണുമ്പോൾ, അന്നത്തെ മൗലിദിനൊന്നും കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ, നിറഞ്ഞു കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. റസൂലുള്ളാഹിന്റെ മക്കള്, റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സ്. ഇതിലെ ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയാൽ നമ്മൾ ഈ പ്രസംഗിച്ചതൊക്കെ നമുക്ക് മുതലായി. ഒരു ഇത് മാത്രമാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷയുള്ളത്. വേറത്തെ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് എസ്സർസിനുണ്ട്, അള്ളറിനുണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ അരികിൽ നമ്മുടെ സ്റ്റേജ് എന്താണ് നമുക്കറിയില്ല. സ്റ്റേജ് എന്ന് പറയാൻ കഴിയില്ല. തങ്ങളുടെ അടുത്ത് എന്താണ് നമുക്കുള്ളത് ഒന്നും അറിയില്ല. അള്ളാഹിന്റെ അടുത്ത് എന്താണുള്ളത് നമുക്കറിയില്ല. ഈ ഒരു ബേജാറും എപ്പോഴും നമ്മളെ പിടികൂടിക്കൊണ്ട് എപ്പോഴും പിടികൂടിയ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന നിലക്ക് മുത്തുനബിയെ പറ്റി പഠിച്ചതിന്റെ ഒരു മൂലയിൽ നിന്ന് നിങ്ങളോട് പങ്കുവച്ചതാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെ തള്ളി ഒഴിവാക്കാൻ